അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് പോയിന്റ് ടാസ്ക് ജാസ്മിനും ടീമും ജയിച്ചിരിക്കുകയാണ്. ടാസ്ക് 9 കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഓൾറെഡി അവർ ജയിച്ചു കഴിഞ്ഞു. ഇനി 10ാമത്തെ ടാസ്കിൽ വേറെ ആർക്ക് 3 പോയിന്റ് കിട്ടിയാൽ പോലും ഇവര് ഏറ്റവും മുമ്പിൽ എത്തത്തില്ല. അല്ല എന്നുണ്ടെങ്കിൽ 10ാമത്തെ ടാസ്കിൽ ബിഗ് ബോസ് ട്വിസ്റ്റ് കൊണ്ടുവരണം. ഒരൊറ്റ ടീമിന് മാത്രമേ പോയിന്റ് കിട്ടത്തുള്ളൂ, അത് മൊത്തം ഇത്ര പോയിന്റ് ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്നും വരത്തില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ജാസ്മിനും ടീമും ജയിച്ച് നിൽക്കുകയാണ്. ജാസ്മിൻ, ഋഷി, അഭിഷേക്, പിന്നെ അർജുൻ, ഇവർ 4 പേരാണ് ജയിച്ച് നിൽക്കുന്നത്. ഇനി ഇവരുടെ ടീമിനകത്ത് ഒരു ഇൻഡിവിജ്വൽ മത്സരം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പക്ഷേ നിലവിൽ 9 ടാസ്ക് കഴിഞ്ഞപ്പോൾ ഇനി 10ാമത്തെ ടാസ്ക് നിലവിൽ ഇതേ പോയിന്റുകൾ 3, 2, 1, 0 എന്ന ലെവലിലാണ് പോയിന്റുകൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അഭിഷേകിന്റെയും അർജുന്റെയും ജാസ്മിന്റെയും ഋഷിയുടെയും ടീമിന്റെ അടുത്തേക്ക് പോലും എത്താൻ പറ്റത്തില്ല. കാരണം അവർ അത്ര ലീഡിൽ എത്തിക്കഴിഞ്ഞു. ഇനി എത്താൻ പറ്റത്തില്ല. ലൈവിൽ അങ്ങനെ 9ാമത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ പ്രൊമോ കണ്ടപ്പോൾ എന്താണ് ടാസ്ക് എന്നുള്ള അതേ സെയിം സംഭവം തന്നെയായിരുന്നു. പറയാം ലൈവിൽ നടന്ന വിശേഷങ്ങൾ. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അങ്ങനെ ബോണസ് ജോഡി അവസാന ദിവസമാണ് ഇന്ന് ബോണസ് പോയിന്റ് ടാസ്കിന്റെ. 19 പോയിന്റ് ടീം നെസ്റ്റിനും ഉണ്ട്. ടണൽ ടീമിന് അതിഭയങ്കരമായി മത്സരിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നെക്സ്റ്റ് ടീമിനെ കൂടെ പിടിച്ചു നിന്ന് മുന്നേക്ക് കയറി വരാം. ഡെന്നിനും പീപ്പിളിനും ഇനി കളിച്ചു കഴിഞ്ഞാൽ അവർ മുന്നിലേക്ക് എത്തില്ല എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഡെന്നും പീപ്പിൾ ടീമും കളിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് എത്തത്തില്ല. എന്നിരുന്നാലും അവർക്ക് പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കാൻ വേണ്ടി കളിക്കാം. ഓർമ്മശക്തി കൂടുതൽ ഉണ്ടായിരിക്കണം. ഒരു ടീമിൽ നിന്നും ഒരാൾക്ക് മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ. ഗാർഡൻ ഏരിയയിൽ കുറേ കാർഡുകൾ ഇങ്ങനെ മലർത്തി വെച്ചേക്കും. അപ്പോൾ ആദ്യത്തെ ടീമിൽ നിന്നും ഒരാൾ പോയി ഒരു കാർഡ് എടുത്ത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവിടെയുള്ള വേറെ ഏതെങ്കിലും കാർഡ് ഓപ്പൺ ചെയ്യുക. ആ 2 കാർഡും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് 1 പോയിന്റ് കിട്ടും. നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന 2 കാർഡും സെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 പോയിന്റ് കിട്ടും. നിങ്ങൾക്ക് 1 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ജോഡി കാർഡ് കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം സെയിം ആണോ എന്ന്. അത് സെയിം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരിച്ച് അടച്ചു വെക്കാം. എല്ലാവരെയും കാണത്തക്ക വേണം അവിടെ 5 സെക്കൻഡ് വെച്ചിട്ട് തിരിച്ച് അടച്ചു വെക്കാം. എന്നിട്ട് 2ാമത്തെ ടീമിലെ ആൾ വരിക. അങ്ങനെ അതിനുശേഷം 3ാമത്തെ ടീമിലെ ആൾക്കാർ വരിക. വരുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന 2 എണ്ണവും ഡിഫറൻ്റ് ആയിട്ടുള്ള 2 കാർഡ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മടക്കി വെക്കണം. എല്ലാവരും 5 സെക്കൻഡ് കാണിച്ചിട്ട് മടക്കി വെക്കണം. അപ്പോൾ അങ്ങനെ കറങ്ങി ഒരു ഓർഡർ അനുസരിച്ചിട്ട് വരുമ്പോൾ ഓർമ്മശക്തി ഉപയോഗിച്ച് വേണം നിങ്ങൾ കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നു. സൂപ്പർ ടാസ്ക് ആണ്. ലക്കും ഓർമ്മയും നമുക്കുണ്ടെങ്കിൽ ഈ ടാസ്ക് കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ് കളക്ട് ചെയ്യുന്ന ആളാണ് ജയിക്കുന്നത്. അപ്പോൾ ഡെന്നിൽ നിന്നും നന്ദന പോവാന്ന് പറയുന്നു. ടണലിൽ നിന്നും അപ്സര, നെസ്റ്റിൽ നിന്നും ജാസ്മിൻ, പീപ്പിൾ ടീമിൽ നിന്നും നോറ. ആദ്യം പോകുന്നത് പീപ്പിൾ ടീമിലെ നോറയാണ്. 2ാമത് ഡെൻ ടീമിലെ നന്ദന, 3ാമത് ടണൽ ടീമിലെ അപ്സര, 4ാമത് നെസ്റ്റ് ടീമിലെ ജാസ്മിൻ. ഇവരിങ്ങനെയാണ് പോവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്യും. ആദ്യം നോറ പോയി 2 എണ്ണം തുറക്കുന്നു. ആദ്യം നോറ പോയി 2 എണ്ണം പോയി ഗാർഡൻ ഏരിയയിൽ പോയി തുറക്കുന്നു. 2ഉം ഡിഫറൻ്റ് ആണ്. അപ്പോൾ നോറ തോറ്റു. നോറ വന്ന് നിൽക്കുന്നു. അത് മടക്കി വെച്ചിട്ട് നോറ വന്ന് നിൽക്കുന്നു. അടുത്ത് നന്ദന പോകുന്നു, 2 എണ്ണം തുറക്കുന്നു, അതും കിട്ടുന്നില്ല, മടക്കി വെച്ച് തിരിച്ചു വന്ന് നിൽക്കുന്നു. അപ്സര പോയി 2 എണ്ണം തുറക്കുന്നു, ഒന്നും കിട്ടുന്നില്ല, തിരിച്ചു കൊണ്ടുവന്ന് വെക്കുന്നു. ജാസ്മിൻ പോയി 2 എണ്ണം തുറക്കുന്നു, ഒന്നും കിട്ടുന്നില്ല, തിരിച്ചു കൊണ്ടുപോയി വെക്കുന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ 8 കാർഡ് ദൃശ്യമായി, മനസ്സിലായി. 8 കാർഡ് കിട്ടി. 8 കാർഡും ഏതൊക്കെയാണെന്ന് ഇവർക്ക് ഓർമ്മയുണ്ടെങ്കിൽ അടുത്ത റൗണ്ട് തുടങ്ങുകയാണ്. വീണ്ടും നോറ പോയി തുറക്കുന്നു, കിട്ടുന്നില്ല. നന്ദന പോയി 1 എണ്ണം തുറക്കുന്നു. 1 എണ്ണം തുറക്കുമ്പോൾ നേരത്തെ അവിടെ തുറന്ന് അവിടെ അല്ലേ ഇരിക്കുന്നത്, പോയി തുറക്കുന്നു. നന്ദനയ്ക്ക് 1 പോയിന്റ് കിട്ടുന്നു. തൊട്ട് പിറകെ അടുത്ത് 1 എണ്ണം കൂടി നന്ദന തുറന്നു നോക്കുന്നു, കിട്ടുന്നില്ല. അടുത്ത് അപ്സര പോകുന്നു. അപ്സര തുറന്നു നോക്കുമ്പോൾ അപ്സരയ്ക്ക് ലക്കിന് 1 എണ്ണം കിട്ടുന്നു. അങ്ങനെ കറങ്ങി ഡെന്ന്, അതായത് നന്ദന മൊത്തം 6 എണ്ണം കണ്ടുപിടിക്കുകയാണ്. അത് നോറയുടെ ബുദ്ധിയില്ലായ്മയാണ് നന്ദനയ്ക്ക് 6 എണ്ണം കിട്ടുന്നത്. നന്ദനയ്ക്ക് 6 എണ്ണം കിട്ടുന്നത് നോറയുടെ ബുദ്ധിയില്ലായ്മയാണ്. കാരണം നോറ പോയി അവിടെ എവിടെയൊക്കെ തിരക്കി വരും. അതെല്ലാം നന്ദനയ്ക്ക് നല്ലപോലെ കിട്ടുകയും ചെയ്യും. കാരണം നോറ ഫസ്റ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡ് നന്ദനയാണ് പോകുന്നത്. അപ്പം നന്ദനയ്ക്ക് കത്തും. നോറ പോയി അവിടെയും തുറക്കും, ഇവിടെയും തുറക്കും. ചിലപ്പോൾ അവിടെ എവിടെയൊക്കെ സെയിം സാധനങ്ങൾ ഉണ്ടായിരിക്കും. നോറ ശ്രദ്ധിക്കത്തില്ല. പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. വേറെ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഈ 4 പേർക്കും മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഡെൻ ടീമിൽ നിന്നും നന്ദന 6 പോയിന്റ് നന്ദനയ്ക്ക് കിട്ടുന്നു. അവസാനം ടണൽ ടീമിൽ നിന്ന് അപ്സരയ്ക്ക് 3 പോയിന്റ് കിട്ടുന്നു. നെക്സ്റ്റ് ടീമിൽ നിന്ന് ജാസ്മിന് 4 പോയിന്റ് കിട്ടുന്നു. പീപ്പിൾ ടീമിൽ നിന്ന് നോറയ്ക്ക് 1 പോയിന്റാണ് കിട്ടുന്നത്. പക്ഷേ ഈ ടാസ്ക് കളിച്ച് അവസാനത്തിലോട്ട് എത്തുമ്പോഴത്തേക്കും ജാസ്മിന് മനസ്സിലാവുന്നു, ഇനി ഞാൻ ഇപ്പം ഒരു സ്കൂട്ടറിന്റെ ഒരു കാർഡ് വരുന്നു. അപ്പോൾ സ്കൂട്ടർ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ജാസ്മിന് വ്യക്തമായിട്ട് അറിയാം.
അപ്പം ഞാൻ പോയി ഇപ്പം സ്കൂട്ടർ തുറന്നു കഴിഞ്ഞാൽ എനിക്കൊരു പോയിന്റും കൂടി കിട്ടും. അപ്പോൾ എനിക്കൊരു പോയിന്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ടൈ ഒക്കെ ആവും. പക്ഷേ ഉള്ള പ്രശ്നം അപ്പോൾ അപ്സരയിച്ച് അടുത്ത് വന്ന് പൊക്കിക്കളയൂലേ എന്നുള്ള ഒരു ഇത് കൊണ്ട് ടണൽ ടീമിന് പോയിന്റ് പോകാതിരിക്കാൻ ബ്രില്യൻറ്റ് പ്ലേ നടത്തിക്കൊണ്ട് ജാസ്മിൻ പോയിട്ടില്ല. ജാസ്മിൻ ഏത് കാറുടെ സ്കൂട്ടർ എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ടാസ്ക് ബസ്സിൽ അടിക്കുന്നവരെ കറങ്ങി ചുറ്റി നടന്നു. ബ്രില്യൻറ്റ് മൂവ്. കാരണം അത് കൊടുത്തില്ല. അടുത്തൊരാൾക്ക് ചാൻസ് കൊടുത്താലല്ലേ അവരവിടെ കണ്ടുപിടിക്കത്തുള്ളൂ എവിടെയാണ് ആ കാർഡ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഈ കാർഡിൽ ഞാൻ ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ 1-2 കാർഡൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ജയിച്ച് നിൽക്കുകയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്ന പൊസിഷൻ അനുസരിച്ച് എനിക്ക് 2 പോയിന്റ് എന്തായാലും കിട്ടും. 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നിലവിലുള്ള പോയിന്റിൻ്റെ കൂടെ ഈ 2 പോയിന്റ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ടോപ്പിലെത്തും. പിന്നെ നമ്മളെ വെല്ലാൻ ആരുമില്ല. അതേസമയം ഞാൻ ഇപ്പം മാറി ഇതിനകത്തോട്ട് വേറെ ആരെങ്കിലും വന്ന് അവർക്ക് 2 പോയിന്റ് അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ കയറി വരും. പീപ്പിളിനെ ഡെന്നിനെയും പേടിക്കേണ്ട, അപ്സരയാണ് പേടിക്കാനുള്ളത്. അപ്സര കയറി വന്നു കഴിഞ്ഞാൽ ടണൽ ടീം കയറി വരും. ബുദ്ധിയോടെ കളിച്ചു. അത് ആ ടാസ്ക് കളിക്കുന്ന ടൈമിൽ അതും കണ്ടുപിടിക്കണം ഇതും കണ്ടപ്പം അത് ഇത്തിരി ബുദ്ധിയോടെ കളിച്ചു സംഭവം. അങ്ങനെ ബസർ അടിക്കുന്നവരെ അവിടെ നിന്നു. ബസർ അടിച്ചു. ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിരിക്കുന്നത് നന്ദനയാണ്. അവർക്ക് 3 പോയിന്റ് കിട്ടുന്നു. തൊട്ട് താഴെ നെസ്റ്റ് ആണ് കളക്ട് ചെയ്യുന്നത്. അവർക്ക് 2 പോയിന്റ്. തൊട്ട് താഴെ ടണൽ ടീമാണ്, അവർക്ക് 1 പോയിന്റ്. തൊട്ട് താഴെ പീപ്പിൾ ടീം, അവർക്ക് 0 പോയിന്റ്. അങ്ങനെ നെസ്റ്റ് ടീമിന് നേരത്തെ ഉണ്ടായിരുന്ന 19 നെസ്റ്റ് ടീം അല്ല ടണൽ ഡെൻ ടീമിന് നേരത്തെ ഉണ്ടായിരുന്ന 12 പോയിന്റിന്റെ കൂടെ 3 പോയിന്റ് കൂടെ കിട്ടി 15 ആവുന്നു. നെസ്റ്റിന് നേരത്തെ ഉണ്ടായിരുന്ന 19 പോയിന്റിന്റെ കൂടെ 2 പോയിന്റ് കൂടെ കിട്ടി 21 ആവുന്നു. ടണലിന് നേരത്തെ ഉണ്ടായിരുന്ന 15ന്റെ കൂടെ ഒന്നും കൂടി കിട്ടി 16 ആവുന്നു. പീപ്പിളിനൊന്നും കിട്ടുന്നില്ല, നേരത്തെ പോലെ 7 തന്നെയാണ്. ലാസ്റ്റ് ടാസ്കിൽ എങ്ങനെയാണോ അതുപോലെ 7 പോയിന്റ്. അപ്പം ഇപ്പോൾ 9 ടാസ്കുകൾ കഴിയുമ്പോൾ നെസ്റ്റ് ടീമിന് മൊത്തം 21 പോയിന്റ് ആണ്. ടണൽ ടീമിന് 16 പോയിന്റ് ആണ്. പീപ്പിൾ ടീമിന് 7 ഡെൻ ടീമിന് 15 പോയിന്റും പീപ്പിൾ ടീമിന് 7 പോയിന്റാണ്. ഡെന്നും പീപ്പിളും വെട്ടിക്കളയാം. ഡെന്നിന് ഇനി അടുത്ത ടാസ്കിൽ 3 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാലും 18 ആവത്തുള്ളൂ. നെസ്റ്റിൻ്റെ ടീമിന് ഇനി ഒരൊറ്റ ടാസ്കേ ഉള്ളൂ. അത് 3 പോയിന്റ് വെച്ചാണ് കൊടുക്കുന്നതെങ്കിൽ ഡെന്നിന് അവിടെ എത്താൻ പറ്റത്തില്ല. ഡെന്നിന് 18 പോയിന്റേ കിട്ടത്തുള്ളൂ. പീപ്പിളിനാണെങ്കിൽ 7 പോയിന്റിൻ്റെ കൂടെ ഇനി അടുത്ത് നടക്കാൻ പോകുന്ന ടാസ്കിൽ 3 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ 10 എത്തത്തുള്ളൂ. അപ്പോൾ അവരും ജയിക്കാൻ പറ്റത്തില്ല നെസ്റ്റിൻ്റെ കൂടെ. ടണൽ ടീമിനായിരുന്നു ഒരു ഇത്തിരി സാധ്യത ഉണ്ടായിരുന്നു ഇടിച്ചടിച്ച് നിന്നതുകൊണ്ട്. പക്ഷെ അവർക്കും 16 പോയിന്റ് ഉള്ളൂ. അപ്പോൾ ഈ 16 പോയിന്റിൻ്റെ കൂടെ 3 ഇനി 5 പോയിന്റ് അവർക്കുണ്ടെങ്കിൽ ടൈയെങ്കിലും ആവാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇനി 5 പോയിന്റ് കളിക്കാനുള്ള ടാസ്ക് ഇല്ല. ഇനി വരുന്ന ടാസ്കിൽ 3 പോയിന്റിനെ കിട്ടത്തുള്ളൂ. അപ്പോൾ അവർക്ക് പോയിന്റ് 16 കൂടെ ആഡ് ചെയ്താൽ അവർക്കും 19 പോയിന്റേ കിട്ടത്തുള്ളൂ. അതേസമയം അടുത്ത നെക്സ്റ്റ് ടീമിന് 1 പോയിന്റും അടുത്ത ടാസ്കിൽ കിട്ടിയില്ല എങ്കിൽ പോലും അവർ ജയിക്കും. ഓൾറെഡി അവർ ജയിച്ചു കഴിഞ്ഞത് 3, 2, 1 എന്നീ നിലകളിൽ കഴിഞ്ഞ 9 ടാസ്കുകളിലും പോയിന്റ് കൊടുത്തത് എങ്ങനെയാണോ അതേ ലെവലിലാണ് പോയിന്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടീം ജയിക്കും. അത് ഉറപ്പായ കാര്യമാണ്. അത് നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. നെക്സ്റ്റ് ടീം എന്ന് പറയുമ്പോൾ ജാസ്മിൻ, അഭിഷേക്, ഋഷി, അർജുൻ. ഇതിനകത്ത് ഏറ്റവും സൂപ്പറായിട്ട് ഇവരുടെ ടീമിനകത്ത് ഏറ്റവും സൂപ്പറായിട്ട് ടാസ്കുകളിൽ പെർഫോം ചെയ്തത് അഭിഷേകും അർജുനുമാണ്. ഏറ്റവും കൂടുതൽ ടാസ്കുകൾ മനോഹരമാക്കിയത് അഭിഷേകും അർജുനുമാണ്. പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നത് ജാസ്മിൻ്റെയും ഋഷിയുടെയാണ്. എന്നാലും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നത് ജാസ്മിൻ്റെയും ഋഷിയുടെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ നടക്കുന്ന ലൈവിൽ നടക്കുന്ന സംഭവം. ഇനി അടുത്ത ടാസ്ക് എങ്ങനെയെങ്കിലും അലമ്പിക് കളയാം എന്നുള്ള ഒരു ലെവലിലാണ് ഇരിക്കുന്നത് എല്ലാവരും. കാരണം നെക്സ്റ്റിലെല്ലാവരും അവർ ഇനിയിപ്പം കളിച്ചില്ലെങ്കിൽ അവർ ജയിക്കുമല്ലോ ആ ലെവലിൽ. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാൻ, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.